ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇലക്ഷൻ കഴിഞ്ഞ് ആ കോലാഹലം എല്ലാം കെട്ടടങ്ങി. അതിനുശേഷം നമ്മളെല്ലാവരും സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ഒരു മാസമൊക്കെ എടുക്കുമോ ഈ റിസൾട്ട് അറിയാൻ എന്നുള്ള ഒരു ആകുലതയും വ്യാകുലതയൊക്കെ നമുക്കുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് മെയ് 4-ാം തീയതി നമ്മൾ റിസൾട്ട് അറിഞ്ഞു. ആ റിസൾട്ടിന്റെ ഫലം വന്നു. പലരും വളരെ നല്ല രീതിയിൽ സന്തോഷിച്ചവരുണ്ട്. റിസൾട്ട് അവരവൻ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ അവരവരുടെ കാൻഡിഡേറ്റ് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട്. തോറ്റത് വേറൊരു കൂട്ടർ, അവർക്ക് അതിനേക്കാൾ വിഷമമുണ്ട്. പിന്നെ സീറ്റ് നേടാൻ കഴിഞ്ഞവർക്കും അതിനേക്കാളും സന്തോഷമുണ്ട്. 3 സീറ്റ് കിട്ടിയവർക്ക് അതിനേക്കാൾ സന്തോഷം. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലും ഭയങ്കര ആഹ്ലാദത്തിലും നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു കട്ട വെയിറ്റിങ്ങിലായിരുന്നു. സാധാരണ ജനങ്ങൾക്കാണ് കൂടുതൽ ആകാംക്ഷ കേൾക്കാനും കാണാനും ടി-വിയിൽ പോയി നോക്കാനും ഒക്കെ. അപ്പം ആ സാധാരണ ജനങ്ങളിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ പോയി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും, നാളെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും. തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിലെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത വിജയ്ക്ക് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ജയിച്ച നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. കോൺഗ്രസ് പാർട്ടി അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തു. അതുപോലെ CPM-കാർ 2 സീറ്റ് കൊടുത്തു. അതേപോലെ തന്നെ CPI 2 സീറ്റ് കൊടുത്തു. മുസ്ലിം ലീഗ് കൊടുത്തു. പിന്നെ വേറൊരു പാർട്ടി 118 സീറ്റ് വേണ്ടടുത്ത് 120 സീറ്റ് കൊടുത്ത് അവരവിടെ അധികാരത്തിൽ കയറി. ഇന്നും ഇവിടെ ഭൂരിപക്ഷമുള്ള നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ ഇപ്പൊ അവർ ഡൽഹിയിലാണ്. ഇവിടെ സാധാരണ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നോക്കി കലാശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഇവിടെ 3 പേരുടെ വടംവലി ആയിരിക്കാം ഇത്രയും ഈ സങ്കീർണമായി നീണ്ടു പോകുന്നത് എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് കുറച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു സാധാരണ ആളെന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത് ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന 3 പേരുകളെന്ന് പറഞ്ഞാൽ, 1 KC വേണുഗോപാൽ, 2 VD സതീശൻ, 1 രമേശ് ചെന്നിത്തല. ഈ 3 പേരുകളാണ് നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. ഈ 3 പേരും മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ അർഹതപ്പെട്ട ആൾക്കാരുമാണ്. പക്ഷെ ജനവികാരം അത് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ആൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ KC വേണുഗോപാലിന് അനുകൂലമാണ്. മറ്റൊന്ന്, അദ്ദേഹം സമീപകാലത്ത് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും പ്രതികരണങ്ങളും. VD ആകട്ടെ 100-ലധികം സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ വാക്കുകളാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നായകനും, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടതും. അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സാധ്യത രമേശ് ചെന്നിത്തലയ്ക്കാണ്. കോൺഗ്രസിലെ ഈ 3 പേരിൽ മുതിർന്ന ആൾ രമേശ് ചെന്നിത്തലയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാറിക്കൊടുത്ത ആളാണ് താനെന്ന്. അങ്ങനെ നോക്കുമ്പോൾ 69 വയസ്സുള്ള രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. താരതമ്യേന 61 വയസ്സുള്ള VD സതീശന് ഇനിയും മുഖ്യമന്ത്രിയാകാനുള്ള അവസരവുമുണ്ട്. അതല്ലെങ്കിൽ ഈ 5 വർഷത്തിന്റെ പകുതി VD സതീശനും ബാക്കി പകുതി 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാവട്ടെ. മത്സരിക്കാത്ത ഒരാളെത്തി മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകുന്നത് കേരളത്തിൽ ഇത് ആദ്യമല്ല. കരുണാകരന്റെ മകൻ മുരളീധരൻ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത് അടക്കമുള്ള കാര്യം നമ്മുടെ മുൻപിലുണ്ട്. KCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വളരെയധികം സാമ്പത്തിക സഹായം ചെയ്യുകയും സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും അതേപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിൽ പോവുകയും കേരളത്തിൽ ഉടനീളം 14 ജില്ലകളിൽ സഞ്ചരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം എന്നത് അദ്ദേഹത്തിനുകൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആവശ്യം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടാൽ ഹൈക്കമാൻഡ് അത് തള്ളിക്കളയാനുള്ള സാധ്യതയില്ല. എന്നാൽ ഇതിനകത്തൊരു ന്യായമില്ലായ്മ ഉള്ളത്, നിലവിലെ ആലപ്പുഴയിലെ MP-യാണ് നമ്മുടെ KC വേണുഗോപാൽ. MP-മാരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വേണ്ട എന്ന് കർശനമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ്. ആ തീരുമാനം KCക്കും ബാധകമാണ്. പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു 100-ലേറെ സീറ്റോട് കൂടി UDF അധികാരത്തിലെത്തുന്ന ഈ ഘട്ടത്തിൽ ആരും മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയിലേക്ക് KC വേണുഗോപാലിനെ കൊണ്ടെത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ അന്യായമാണെന്ന് ജനം വിലയിരുത്തും. KC മുഖ്യമന്ത്രി ആകുന്നതോടുകൂടി അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ രാജിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ KCയും. പറഞ്ഞു വന്നത്, ഈ 2 ഉപതെരഞ്ഞെടുപ്പ് എന്ന അധിക ചെലവ് ജനങ്ങളിലേക്ക് എടുത്തു വെക്കുന്ന ഒരു ബർഡൻ തന്നെയാണ്. മാത്രവുമല്ല,
ഇപ്പോൾ ഉണ്ടായ ഈ വടംവലി കോൺഗ്രസിൽ ശക്തമായ 2 ഗ്രൂപ്പുകളെ സൃഷ്ടിക്കാനിടയായിട്ടുണ്ട്. ഒന്ന് വി.ഡി. സതീശൻ ഗ്രൂപ്പും ഒന്ന് കെ.സി. ഗ്രൂപ്പും. 23-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ തീരുമാനിച്ചാൽ പോലും തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഒരാഴ്ച പിന്നിടുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതാണ് ജനവിധിക്കിണങ്ങുന്നത് എന്ന് നേതൃത്വം മറക്കാതിരുന്നാൽ നന്ന്. എന്റെ മനസ്സിൽ തോന്നിയതുപോലെ നിങ്ങൾക്കും പറയാനുണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നന്ദി.